ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അമ്പാടി ദേവൂട്ടിയെല്ലാം സ്കൂളിൽ പോയതിന് ശേഷം നല്ലൊരു മഴ പെയ്ത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നല്ലൊരു തെളിച്ചം വന്ന് വെയിലെല്ലാം വന്നേരം ഞാൻ വിചാരിച്ചെന്നാൽ അലക്കിയ തുണി ആറിടാൻ കുട്ടികളെ യൂണിഫോമെല്ലാം അങ്ങനെയൊന്നും ഉണങ്ങുന്നില്ല. അപ്പോൾ വെയിലത്തിടാന്ന് വെച്ച് ഇട്ട പാടി ഇതാ വരുന്നു വലിയൊരു മഴ, ഇതാ പെയ്തില്ല എന്ന് വെച്ചിട്ട് അപ്പാടെ വേഗം ഓടിപ്പോയി തുണിയെടുത്തതാണ്. എൻ്റെ നടത്തത്തിൽ എന്തെങ്കിലും ഒരു പന്തികേട് തോന്നുന്നുണ്ടോ? ഞാൻ ഇന്നലെ ഒന്ന് വീണതിൻ്റെ ബാക്കി പത്രം വന്നത്. ചെറിയ മുട്ടിന് ചെറുതായിട്ടൊരു പരിക്ക് പറ്റി, നല്ലോണം ഒന്നും നടക്കാൻ പറ്റില്ല. നടക്കുമ്പം വലിയ പ്രശ്നമില്ല, പക്ഷേ എങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പെല്ലാം ഇറങ്ങുമ്പോൾ കയറുമ്പോൾ എല്ലാം ഒരു പിടുത്തം മുട്ടിന്, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ തുണി ഇനി മേലെ കൊണ്ടേ ആറിയിടണം. അതൊരു വലിയൊരു ടാസ്ക്കാണ്. സ്റ്റെപ്പ് കയറലാണ് ഏറ്റവും വലിയ പണി. എങ്ങനെയല്ലോ സ്റ്റെപ്പ് കയറിയിട്ട് മേലെ കൊണ്ടേ ആറിയിടുന്നതാണ്. അപ്പം നമുക്ക് ഈ മഴ ആയതുകൊണ്ട് തന്നെ പുറത്ത് ആറിടാൻ ഒരു രക്ഷയില്ല. എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇത്. മഴക്കാലത്ത് കുട്ടികളെ യൂണിഫോം എങ്ങനെ ഉണക്കിയെടുക്കുക എന്നുള്ളത് അതൊരു ഭയങ്കര ടാസ്ക് തന്നെയാണ്. പിന്നെ ഓരോ തുണീൻ്റെ പോലെ ഇരിക്കും. ഇപ്പം അമ്പാടിക്കും ദേവൂട്ടിക്കും ഉള്ള പുതിയ യൂണിഫോം കിട്ടിയതെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള തുണിയാണ്. അതങ്ങനെയൊന്നും ഉണങ്ങൂല. അപ്പോൾ അത് ആറിയിട്ട് ഇറങ്ങി. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് ചിക്കൻ വാങ്ങിയതിനും അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് അതിൽ ഉപ്പും മഞ്ഞളും മുളകും മസാലകളെല്ലാം ചേർത്ത് അവിടെ പെരക്കി അവിടെ വെച്ച്. നമ്മൾ ചിക്കന് മസാലയെല്ലാം പെരക്കുമ്പോഴേ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പെരക്കി അവിടെ വെക്കുക. അപ്പോൾ അതൊരു മസാലകളെല്ലാം വേഗം പിടിക്കാനും ആ മസാല നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു തരാനറിയില്ല, ഞാൻ അങ്ങനെ ചെയ്യലുണ്ട്. അപ്പോൾ അതങ്ങനെ അവിടെ അടച്ച് വെച്ച് അതിന് മസാലയെല്ലാം നന്നായിട്ട് പിടിക്കട്ടെ. ആ സമയം കൊണ്ട് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ശ്രീയേട്ടൻ കടയിൽ പോയാലും ഒരു പൊറോട്ട വാങ്ങിയതിനും അപ്പോൾ ചായയും വെച്ച് പൊറോട്ടയും നിന്നലാന്ന്. കുറച്ച് നേരം ഒരു റെസ്റ്റ് വേണ്ടേ. നമ്മൾ പിള്ളേരെല്ലാം സ്കൂളിൽ വിട്ട് അതിൻ്റെ ആ ഒരു തിരക്കും കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞിട്ടാണ് മെല്ലെ ചായ കുടിക്കാനിരിക്കുക. അപ്പം കുറച്ച് നേരം ഒരു റെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചായ കുടിക്കാനിരുന്നേ. കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം നമ്മൾ അടുക്കളയിൽ അടുക്കളയിൽ കയറുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമല്ലേ, അയ്യോ എന്നും പറഞ്ഞ് നടുവിനൊരു കൈ കൊടുക്കൽ. അതുപോലെ ഞാനും ഒന്ന് കുറച്ച് നേരം നിന്നുപോയി. അപ്പോൾ രാവിലത്തെ ആ ബഹളത്തിൻ്റെ ഇതാണ് എൻ്റെ അടുക്കളയിൽ കാണുന്നത്. തേച്ചും വൃത്തികേടാന്ന്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് വൃത്തിയാക്കുന്ന തിരക്കാന്ന് രാവിലെ തന്നെ. ഈ രാവിലെ നമുക്ക് എത്ര സമയം കിട്ടിയാലും നമുക്ക് തികയൂല. അത്രയ്ക്ക് ഉണ്ടാവും അടുക്കളയിൽ. എടുത്താലും തീരാത്തത്ര പണിയായിരിക്കും. അപ്പോൾ ഇത് ആദ്യമേ അടുക്കി പൊറുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഏടിയും എത്തൂല. അതുകൊണ്ട് എന്ത് ചെയ്യും, എല്ലാം അടക്കിടക്കട്ടെ എന്ന് വെച്ചിട്ട് കുട്ടികളെ സ്കൂളിൽ വിട്ടതിന് ശേഷം മാത്രമേ ഇതെല്ലാം നോക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഒന്നിനും സമയം കിട്ടൂല. അപ്പോൾ ദേവൂട്ടീൻ്റെ പുറകെ തന്നെ വേണം കുറേ സമയം. ഒക്കെ മുടി അങ്ങനെ കെട്ടണം ഇങ്ങനെ കെട്ടണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഓരോ മോഡലെല്ലാം ഇപ്പോൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിൽ വൃത്തിയാക്കൽ പരിപാടി തുടങ്ങിയത്. കാലിന് വീണിട്ട് പൊട്ടിയതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ഒന്നും അധികം ഇടാത്തത്. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ട്. അപ്പോൾ ഷോർട്സ് ഇടലുണ്ട്. ഡെയിലി വീഡിയോ മുടക്കലൊന്നുമില്ല, ഷോർട്സ് ഇടും, അത്ര തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും അങ്ങനെ പുറത്തിറങ്ങിയിട്ട് അങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ രാവിലത്തെ തിരക്കും കാര്യങ്ങളും ക്ലീനിങ്ങും എല്ലാം ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമ്മൾ ആ തട്ടെല്ലാം തുടച്ച് വൃത്തിയാക്കി ആ തുണി അന്നേരം തന്നെ വാഷ് ബേസിൻ്റെ അവിടെ നിന്ന് കഴുകിയിട്ട് നമ്മൾ അടുപ്പിൻ്റെ അവിടെ ആറിയിടുക. അപ്പം നമുക്ക് വേഗം തന്നെ അതായത് നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് കഴിയുമ്പോൾ തട്ടെല്ലാം വൃത്തികേടാവുമല്ലോ. ആ സമയം കൊണ്ട് എനിക്കത് ഉണങ്ങി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി അടുത്ത വലിയ ടാസ്ക്കാണ് പാത്രങ്ങൾ കഴുകൽ. അതിന് മാത്രമൊന്നുമില്ല, കുറച്ചേ ഉള്ളതിനും രാവിലെ അവർ ഭക്ഷണം കഴിച്ചതിൻ്റെ നമ്മൾ കഴിച്ചതിൻ്റെ എല്ലാം ആയിട്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് വേഗത്തിലൊന്ന് കഴുകി അട വെച്ച് എന്നിട്ട് വേണം ഇനി അടുത്ത ചോറിൻ്റെ പണി നോക്കാൻ. അപ്പോൾ എല്ലാം ഒന്ന് ഞാൻ വേഗം ഒന്ന് കഴുകി വെക്കലാന്ന്. കാലിന് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ കുറച്ച് ദിവസം ഞാൻ വീഡിയോ എടുക്കാണ്ട് നിന്ന് ആ സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞുതരാം. ഒരാൾ കമൻ്റ് ഇട്ടിന് അത് നന്നായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് കമൻറ്റും വേണമല്ലോ. അപ്പോൾ പറയുന്നവരാണെന്ന് പറഞ്ഞോട്ടെ. എൻ്റെ ഒരു സബ്സ്ക്രൈബറുണ്ട്, സുബീസ് വ്ളോഗിൽ സുബിച്ചേച്ചി. അവർ ഞാൻ വീഡിയോ ഇടുന്നില്ല, എന്താ ഇടാത്ത കണ്ടിട്ടെങ്കിൽ അന്ന് എപ്പോൾ ലൈവിൽ വരുമ്പോൾ ചോദിക്കും
എന്താ ഇന്ന് വീഡിയോ ഇടാത്തത്? ഞാൻ പറഞ്ഞു കയ്യെല്ലാം മടി, അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ മടി വേണ്ട, നമ്മൾ എന്തെന്നായാലും വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു പ്രോത്സാഹിപ്പിക്കുന്നൊരു ചേച്ചിയാണ് സുബി ചേച്ചി. അപ്പം സുബി ചേച്ചി പറയും പോലെ വീഡിയോ മുടക്കരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എപ്പോൾ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നൊരു ചേച്ചിയാണ്. അപ്പോൾ എന്താ പറയണ്ടേ, കുറ്റപ്പെടുത്തുന്നവർക്ക് എങ്ങനെ വേണമെങ്കിലും കുറ്റപ്പെടുത്താം, അതാ അവരെ നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ നോക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം നമ്മളെ ഒരു എന്താ പറയുക, ഒരു നല്ല വശം ചിന്തിക്കുന്നില്ല. എന്നാൽ അവർ കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലും വീഡിയോ എടുത്തോട്ടെ എന്നല്ല, അതിന് പകരം ഒരു പരിഹാസം, ഒരു കളിയാക്കൽ, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യാണ്ടിരുന്നാൽ പോരെ. അപ്പം എൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കലാന്നേ, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചോറിന് വെള്ളമെല്ലാം വെച്ച് അപ്പോഴത്തേനും കറീൻ്റെ പരിപാടി കുറച്ച് അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ പാത്രം കഴുകാൻ പോയത്. അപ്പോൾ ആ കറീൻ്റെ അതാക്കുന്നതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലേ. അപ്പം നമ്മളെ ചിക്കൻ കറിയെല്ലാം ആയി. അപ്പം നമ്മൾ ആ സമയം ഉച്ചയായേ, ഏകദേശം ഉച്ചയായി ഞാൻ ഈ സമയം വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നോക്കുന്നതാണ്, ഞാനും ശ്രീയാടനും ചോറ് തിന്നാൻ വേണ്ടിയിട്ടിരുന്ന്. അപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും അങ്ങനെ വറവോ അങ്ങനെ വേറെ ഒന്നും കാര്യങ്ങളൊന്നും അങ്ങനെ സ്വതവേ അങ്ങനെ ആക്കലില്ല. അതുകൊണ്ട് തന്നെ ഇന്നും ആക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചിക്കനും ചോറും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.